ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിലെ പുതിയ ക്രിയേറ്റേഴ്സിന് അതുപോലെ നിലവിൽ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നവർക്ക് അവർക്കെല്ലാവർക്കും ഏറെ ഗുണം ചെയ്യുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തേത്. അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു 5 ആപ്ലിക്കേഷൻ, അതായത് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ട 5 നല്ല ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. ഇത്തരത്തിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള നല്ല ആപ്ലിക്കേഷൻസിനെ കുറിച്ചെല്ലാമാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തംബ്നെയിൽ ആപ്ലിക്കേഷൻ്റെ ഗുണം എന്ന് പറയുന്നത്, നല്ല രീതിയിൽ നമ്മൾ തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ക്ലിക്ക് ത്രൂ റേറ്റ് എല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു തംബ്നെയിൽ എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിലേക്ക് കൂടുതൽ വ്യൂസ് എല്ലാം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ ആ വ്യൂസ് നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ കണ്ടന്റ് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ 100 ആളുകൾ വരുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് 200 ആളുകൾ നിങ്ങളുടെ വീഡിയോയിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. എന്നാൽ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ കണ്ടന്റ് അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അവർ അത് ക്ലോസ് ചെയ്ത് പോവുകയെല്ലാമാണ് ചെയ്യുക. അതിനാൽ തന്നെ നമുക്ക് ശരിക്കുമുള്ള ഒരു മാജിക് എല്ലാം നടക്കുക എന്നത് നിങ്ങളുടെ കണ്ടന്റ് അതുപോലെ തംബ്നെയിൽ ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ മാച്ച് ആവുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു 2 കാര്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് തംബ്നെയിൽ മാത്രം നന്നായി കണ്ടന്റ് നല്ലതല്ല എങ്കിൽ അതിലേക്ക് വ്യൂസ് അധികം വരില്ല, കാരണം അവർ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ കണ്ടന്റും അതുപോലെ തംബ്നെയിലും ഒരുപോലെ നല്ലതാണ് എങ്കിൽ അതിലാണ് നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് എല്ലാം കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് നന്നായി ഒന്ന് നല്ലതല്ല എങ്കിൽ ഇതിലധികം ഗുണം നമുക്ക് ലഭിക്കില്ല. ഇപ്പോൾ കണ്ടന്റ് നല്ലതാണ്, അതുപോലെ നമുക്ക് തംബ്നെയിൽ നല്ലതല്ല എങ്കിൽ ഈ ഒരു കണ്ടന്റിലേക്ക് ആളുകൾക്ക് എത്തണമെങ്കിൽ ഈ ഒരു തംബ്നെയിൽ ക്ലിക്ക് ചെയ്യണം. എന്നാൽ നിങ്ങളുടെ തംബ്നെയിൽ നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേർ ഇത് സ്കിപ്പ് ചെയ്ത് പോവുകയെല്ലാം ചെയ്യും. എന്നാൽ നിങ്ങളുടെ കണ്ടന്റ് ഇവിടെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ടന്റും അതുപോലെ നമ്മുടെ ഈ ഒരു തംബ്നെയിലും നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 5 ആപ്ലിക്കേഷനെ കുറിച്ച് നോക്കാം. ആദ്യമായി തന്നെ നമുക്ക് ഏറ്റവും വളരെ ലളിതവും എല്ലാവർക്കും തംബ്നെയിൽ എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്യാൻവ എന്നൊരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒരുപാട് ടെംപ്ലേറ്റ്സ് എല്ലാം നിങ്ങൾക്കിതിൽ കിട്ടും. അതായത് നിങ്ങളൊരു ഫുഡ് വ്ളോഗർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ടെക്നോളജി റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഇനി മറ്റു കാറ്റഗറിയിലെല്ലാം വീഡിയോസ് ചെയ്യുന്ന ആളായിക്കോട്ടെ, എല്ലാവർക്കും പറ്റുന്ന തരത്തിലുള്ള നല്ല നല്ല ടെംപ്ലേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഈസിയായി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ എല്ലാം റീപ്ലേസ് ചെയ്ത്, അല്ലെങ്കിൽ അതിലുള്ള ടെക്സ്റ്റ് എല്ലാം ജസ്റ്റ് എഡിറ്റ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോയിലേക്ക് തംബ്നെയിലായി യൂസ് ചെയ്യാം. അപ്പോൾ വളരെ ഈസിയായി അതുപോലെ നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാൻവ എന്നത്. അതുപോലെ ക്യാൻവ ഇതിൻ്റെ പ്രീമിയം മെമ്പർഷിപ്പ് എല്ലാം എടുക്കുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എല്ലാം എടുത്തവർക്ക് അവർക്ക് ഒരുപാട് കൂടുതൽ അഡ്വാൻറ്റേജസ് എല്ലാം ലഭിക്കും. അതായത് കൂടുതൽ ടെംപ്ലേറ്റ്സ്, പ്രോ എഡിറ്റിംഗ് ഫീച്ചേഴ്സ് എല്ലാം ഉള്ള നല്ല നല്ല തംബ്നെയിൽസ് എല്ലാം നിങ്ങൾക്ക് അതിലെല്ലാം കാണാൻ സാധിക്കും. ഇനി രണ്ടാമതായി ഞാൻ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പിക്സാർട്ട് എന്നൊരു ആപ്ലിക്കേഷനാണ്. പിക്സാർട്ട് യൂസ് ചെയ്ത് വളരെ ഈസിയായി നിങ്ങൾക്ക് ഇതുപോലെ തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ ഫ്രീ ആയി യൂസ് ചെയ്യുന്നവർക്കും ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം നൽകുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ പിക്സാർട്ട് എന്നത്. നിങ്ങൾക്ക് ഒരുപാട് സ്റ്റിക്കേഴ്സ് എല്ലാം സെർച്ച് ചെയ്ത് അതെല്ലാം നിങ്ങളുടെ തംബ്നെയിലിലേക്ക് ആഡ് ചെയ്യുന്നതിനും ഇത്തരത്തിൽ ഈ ഒരു പിക്സാർട്ട് യൂസ് ചെയ്യാം. ഇതിനും നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലെവൽ ലേണിംഗ് ഒന്നും ആവശ്യമില്ല. വളരെ ഈസിയായി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് പിക്സാർട്ട്. അതുപോലെ ഇതിലും നിങ്ങൾക്ക് പ്രീമിയം മെമ്പർഷിപ്പ് എല്ലാം കാണാൻ സാധിക്കും. പ്രീമിയം മെമ്പർഷിപ്പ് എല്ലാം എടുത്തവർക്ക് ക്യാൻവ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിക്സാർട്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ വളരെ ഈസിയായി യൂസ് ചെയ്യാൻ ഈ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എല്ലാം എടുക്കാം. ഇനി ഇത്തരത്തിൽ നിങ്ങൾ പ്രീമിയം മെമ്പർഷിപ്പ് ഒന്നും എടുക്കുന്നില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് എല്ലാം ലഭ്യമാണ്. അതായത് remove.bg എന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ
ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു സൈറ്റ് എല്ലാം ലഭിക്കും. അതിൽ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈസിയായി നിങ്ങളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്ത് അത് PNG ഫോർമാറ്റിലെല്ലാം സേവ് ചെയ്ത് നിങ്ങളുടെ തംബ്നെയിലിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കാത്തവർ ഇപ്പോൾ തന്നെ ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ചാനലിന് വളരെ ഭംഗിയുള്ള നല്ല നല്ല തംബ്നെയിൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായും നല്ല രീതിയിൽ ഉപകരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പിക്സാർട്ട് എന്നത്. ഇനി നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ എല്ലാം ഉള്ളവർക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് പിക്സൽ ലാബ് എന്ന് പറയുന്നത്. പിക്സൽ ലാബ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തംബ്നെയിൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതിൽ നമുക്ക് കുറച്ച് ലേണിങ്സിൻ്റെ എല്ലാം ആവശ്യമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൽ പോയി ഒരു തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യുക പ്രയാസമായിരിക്കും. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് ഇത് തോന്നിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയായ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ ആദ്യമായി വരുന്നവർക്ക് കുറച്ച് കൺഫ്യൂഷൻ എല്ലാം ഉണ്ടാക്കുന്ന ടൂൾസ് എല്ലാം ആയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലെവൽ ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കുന്ന ഒരുപാട് നല്ല ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കുന്ന, അതായത് ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സും അവരുടെ ചാനലിലേക്ക് വേണ്ട തംബ്നെയിൽ മൊബൈൽ യൂസ് ചെയ്തെല്ലാം എഡിറ്റ് ചെയ്യുന്നുവെങ്കിൽ അത് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തായിരിക്കും അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇതിൽ വന്നിരിക്കുന്ന നല്ല ക്വാളിറ്റിയിലുള്ള തംബ്നെയിൽസ് എല്ലാം തന്നെയാണ് ഇതിൻ്റെ ഗുണം. അതിലുപരി ഇതിൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എല്ലാം യൂസ് ചെയ്ത് ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള തംബ്നെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നാൽ നിങ്ങൾ ഇതിനു വേണ്ടി കുറച്ച് സമയമെല്ലാം സ്പെൻഡ് ചെയ്ത് ഇതിനെ പറ്റിയുള്ള ട്യൂട്ടോറിയൽസ് എല്ലാം കണ്ട് ഇത് എങ്ങനെയാണ് കറക്റ്റ് യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം മനസ്സിലാക്കുക. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇതുപോലെ തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യാം. ഇനി എനിക്ക് വളരെ ലളിതമായി അതുപോലെ തന്നെ വളരെ ഈസിയായി തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇൻഷോട്ട് എന്നത്. പലരും വീഡിയോ എഡിറ്റിംഗ് മാത്രമാണ് ഇത്തരത്തിൽ ഇൻഷോട്ട് എന്നത് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇൻഷോട്ട് എന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗ്. കാരണം ഞാൻ ഇതുപോലെ 2 വർഷത്തോളം ഈ ഇൻഷോട്ട് യൂസ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എനിക്ക് അതിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് അധികം അറിവില്ലായിരുന്നു. എന്നാൽ എൻ്റെ കുറേ വീഡിയോസിന് പിന്നീട് ഞാൻ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് അതിൽ തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ വളരെ നല്ല ടെംപ്ലേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാനും സാധിക്കും. അതുപോലെ ഫോൺസിൻ്റെ കാര്യമായിക്കോട്ടെ, ഇത്തരത്തിൽ നിങ്ങൾക്ക് വളരെ ഈസിയായി നിങ്ങൾക്ക് തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്തതായി അധികം ആളുകൾ യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരു ആപ്ലിക്കേഷനെ കുറിച്ചായിരിക്കും ഞാൻ പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ലോഗ്പിറ്റ് പ്ലസ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ നല്ല രീതിയിൽ തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇതിനെല്ലാം യൂസ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ പറഞ്ഞ 4 ആപ്ലിക്കേഷനിൽ നിന്നും വ്യത്യസ്തമായി ഇതിൽ നമ്മൾ തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ പ്രത്യേക ഒരു ഫീലിംഗ് എല്ലാമാണ് ലഭിക്കുക. അതിനാൽ തന്നെ ഇതുവരെ നിങ്ങൾ ഈ ലോഗ്പിറ്റ് പ്ലസ് ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള 5 ആപ്ലിക്കേഷനാണ് എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ തംബ്നെയിൽ എല്ലാം എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലെവൽ തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത് ഫോട്ടോഷോപ്പാണ്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിനെ കുറിച്ച് കുറച്ച് നോളേജ് എല്ലാം ഉണ്ടെങ്കിലാണ് ഇതിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ നിങ്ങൾക്ക് PC എല്ലാം യൂസ് ചെയ്തായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. യൂട്യൂബിൽ തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഫോട്ടോഷോപ്പ്. കാരണം ഫോട്ടോഷോപ്പ് എന്നത് ഇത് അൾട്ടിമേറ്റ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് തംബ്നെയിൽ എഡിറ്റിങ്ങിന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ ലഭിക്കും. ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ ഈ ഒരു 5 ആപ്ലിക്കേഷൻ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റ് എന്നതിൽ പോയി യൂട്യൂബ് തംബ്നെയിൽ എഡിറ്റിംഗ് മലയാളം എന്നൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്ത് എങ്ങനെയാണ് തംബ്നെയിൽസ് എല്ലാം എഡിറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്